മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം ഹലോ രമേശി, നിങ്ങളെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. കാരണം ഓക്കെ, അങ്ങ് ഇവിടെ നല്ലത് അല്ലേ? ആ, ആരോഗ്യമൊക്കെ എങ്ങനെ? ബസ്സിൽ കയറിയിട്ടൊക്കെ കുറെ കാലമായോ? അല്ലേ, ഉണ്ടല്ലേ? ഓക്കെ, അത് മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ അതോ എല്ലാ സ്ഥലത്തും ഒക്കെ ബസ്സിൽ കയറാനുള്ള മാനസികാവസ്ഥ? കാര്യം നിങ്ങൾ എന്നും രാഷ്ട്രീയത്തിൽ ഒരു ഗ്ലാമർ താരമായിരുന്നല്ലോ. അപ്പൊ നിങ്ങള് ബസ്സിലൊക്കെ സഞ്ചരിക്കാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ വലിയ റൂമർ കേൾക്കുന്നുണ്ട്, ശരിയാണോ? അത് ഇല്ല, ഒരിക്കലും. ഞാൻ സലീം അലിക്കിനോട് ചോദിച്ചു. അല്ല, ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇതിനാണോ സാധാരണ നിങ്ങൾ നടത്തുന്ന യാത്ര എന്തിനാണ്? ഇതിനകത്തൊന്നുമില്ല രമേശ്. ഞാൻ ജീവിതത്തിൽ ആഘോഷം ചെയ്തിട്ടില്ലാത്ത ആളാണ്, ടു ബി ഫ്രാങ്ക് വിത്ത് യു. നിങ്ങൾക്ക് എത്രയോ കാലമായിട്ട് തന്നെ അറിയാം. അപ്പൊ ഞാൻ ഈ 40 കൊല്ലം കടന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ 40 കൊല്ലം നാട്ടിന് ഗുണം ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇന്നലെ മുഖ്യമന്ത്രിയായിട്ട് 1 മണിക്കൂറോളം നമ്മൾ ലൈവായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കാരണം നമ്മുടെ കുട്ടികളെ ഇപ്പൊ നമ്മൾ കൈവിട്ടല്ലോ, 1% ആണെങ്കിൽ പോലും പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും. എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു പ്രതിഷേധം, കഴിഞ്ഞ 9 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ഈ ലഹരി ഇവിടെ ഉണ്ടായിരുന്നു, ഈ കുട്ടികൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഉണ്ട സമയത്താണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് പറയാമല്ലോ, രഹസ്യങ്ങൾ പറയണ്ട. ആ പരിപാടി ഞാൻ തുടങ്ങിയത്. മമ്മൂട്ടി ആയിരുന്നു അതിന്റെ ബ്രാൻഡ് അംബാസഡർ അല്ലേ? നമ്മൾ ക്യാമ്പസുകളിൽ അതിശക്തമായ പ്രവർത്തനം നടത്തി, ഗവൺമെന്റ് പോയി. അതോടുകൂടി ആ പദ്ധതി അവസാനിപ്പിച്ചു. 9 വർഷമായി ഈ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു ചെറുവില്ല എനിക്കില്ല. എനിക്കത് പ്രതിഷേധമുണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ. ഇപ്പോൾ മാധ്യമങ്ങളും നിങ്ങളെപ്പോലുള്ള ആളുകളും പത്രക്കാരും പ്രതിപക്ഷവും എല്ലാം കൂടെ പറഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് ഉണർന്നത്. നല്ലത്, ഗവൺമെന്റ് സജീവമായിട്ടുണ്ട്. ഉണ്ട്, അതെ, ഞാൻ പറയുന്നു. അത് 2 ദിവസം കൊണ്ടൊക്കെ അവസാനിക്കരുത്. ഇത് കണ്ടിന്യൂസ് പ്രോസസ്. ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ, ലോകത്തെമ്പാടുമുള്ള ഈ മാഫിയകൾ കേരളത്തെ പിടിമുറുക്കാൻ വളരെ അങ്ങേക്ക് അറിയുന്ന പോലെ, അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്, അങ്ങോട്ട് എനിക്ക് പറയേണ്ട കാര്യമില്ല. ഈ പോലീസിങ് സ്ട്രോങ് ആണെങ്കിൽ ഇവന്മാർക്ക് പൊങ്ങാൻ പറ്റത്തില്ല. 24 മണിക്കൂർ കൊണ്ട് പോലീസ് വിചാരിച്ചാൽ ഈ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും. അതിനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾ. കാരണം മനോജ് എബ്രഹാം കൊച്ചിയിൽ പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഷാഡോ പോലീസിംഗ് സജീവമാക്കി ഈ അധോലോകത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി. ഞാൻ പറയാം, പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂർ എസ്കേ ചെയ്ത് നിയന്ത്രിക്കാൻ പറ്റും. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. അത് രാഷ്ട്രീയമല്ല, അതിനകത്ത് ഒരു രാഷ്ട്രീയവും. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ അങ്ങ് അദ്ദേഹത്തോടും പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ കക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് ഇത് കേരളത്തിന്റെ പൊതുപ്രശ്നമാണ്. നിങ്ങൾക്കറിയാവോ, ആലപ്പുഴയിൽ ഒരു ലോറി നിറച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, നേതാവിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ നേതാവിനെ ഉൾപ്പെടെ പിടിച്ചു. ഇന്ന് വരെ കേസ് പോലും ഉണ്ടായില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച കാര്യമാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു ലോറി നിറച്ച് നിരോധന പുകയില ഉൽപ്പന്നങ്ങളും വലിയ വാർത്തയായിരുന്നല്ലോ, വലിയ വാർത്തയായി. ആ കേസ് പോലും ഇല്ല. പൊളിറ്റിക്കൽ പേട്ടറേജ് പാടില്ല. ഈ കാര്യം ഗുരുതരമാണ്. കാരണം അമ്മമാർക്ക് ആശങ്ക വന്നു തുടങ്ങി. കോവിഡിൽ ഇല്ലാത്ത ഒരു കാര്യം, കോവിഡിലാകെ നമ്മൾ മരിച്ചു പോകുന്നുള്ള പേടിയായിരുന്നു. എന്നാൽ ഇതല്ല, കുട്ടികൾ വഴിതെറ്റി പോകുന്നുള്ള ആശങ്കയാണ്. കാര്യം ഒരിക്കൽ പോയാൽ പോയി. ഇപ്പോ നമ്മൾ പലപ്പോഴും അങ്ങേക്കറിയുന്ന പോലെ കൊടുത്ത വാർത്തകളേക്കാൾ കൊടുക്കാത്ത വാർത്തകളാണ് കൂടുതൽ. പലപ്പോഴും നമുക്ക് ചില വാർത്തകൾ കൊടുക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല. കാരണം ആ രീതിയിലുള്ള വാർത്തകൾ, അതായത് കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുക, അതുപോലെ തന്നെ ഇതിന്റെ അടിമകളാക്കുക, ഇതൊക്കെ അഡിക്ഷൻ. 85 വയസ്സുള്ള ഒരു അമ്മയെ, അതെ അതെ അതെ, നമുക്ക് ആ വാർത്ത ആഴ്ച വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞു, വായിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? അതെ അതെ, അത് എനിക്ക് തോന്നുന്നു ആ അമ്മ രോഗിയാന്ന് തോന്നുന്നു അല്ലേ? രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇതിനെതിരെ പറയുന്നുണ്ട്. അല്ല, പ്രതിപക്ഷം പൂർണ്ണ പിന്തുണയിലല്ലേ? അല്ല, ആർക്ക് പിന്തുണ? ആർക്കാണ് ഇവിടെ പിന്തുണ? ഇവിടെ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ട കാര്യമില്ല. അവർ ആക്ട് ചെയ്യട്ടെ, അപ്പൊ ചെയ്യും. അവർ പ്രവർത്തിക്കട്ടെ. 9 വർഷം മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ലഹരിക്കെതിരെ ഒന്നും ചെയ്യാതിരുന്ന ഒരാള് ഇപ്പൊ ഞങ്ങളങ്ങ് എല്ലാം മറിച്ചുകളെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല. പ്രവർത്തിച്ച് കാണിക്കട്ടെ. ഈ മാഫിയയുടെ വേറിറക്കാൻ മുഖ്യമന്ത്രി രംഗത്തിറങ്ങട്ടെ. അല്ല, ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥത എന്തുകൊണ്ടാണ് താങ്കൾ സംശയിക്കുന്നത്? കാരണം 9 വർഷമായി ഒന്നും ചെയ്തില്ല. അന്ന് ആഭ്യന്തരമന്ത്രിയായത് ചെയ്ത ഒരാളാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ മാത്രമല്ല, 5 സ്റ്റാർ ഹോട്ടലുകളിൽ എന്റെ കാലത്ത് റെയ്ഡ് നടന്നിട്ടുണ്ട്. എറണാകുളത്ത് SKക്ക് അറിയാമല്ലോ, ഡ്രഗ് പാർട്ടികൾ നടക്കുന്ന കടലിലാണ്, അവിടെ പോയി പിടിച്ചിട്ടുണ്ട്. കപ്പലുകളിലും ബോട്ടുകളിലും വന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ എതിർപ്പുണ്ടായി, ശക്തമായി നേരിട്ടു. അന്ന് ആ പദ്ധതി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയില്ല. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് ഉപയോഗം നടക്കുന്നത്. എറണാകുളത്ത് അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാക്കിൽ കൊത്തിക്കുന്ന സംഭവങ്ങൾ പോലീസ് എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടിയെടുത്തു വന്ന്
അതുപോലുള്ള നടപടി ഉണ്ടാകുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓപ്പറേഷൻ കുബേര പോലെ ഒരു ഡ്രൈവ് ഉണ്ടാവണമെന്നോ? ശക്തമായ ഡ്രൈവ്. ഓപ്പറേഷൻ കുബേര എത്ര ശക്തമായിരുന്നു! അന്ന് എന്റെ പാർട്ടിക്കാർ പോലും എനിക്കെതിരായിട്ട് പലരും പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഇതുപോലെ ഈ കമ്പനികളെ നമ്മൾ റെയ്ഡ് ചെയ്തു, പിടിച്ചു, ആളുകൾക്ക് പ്രയോജനം ഉണ്ടായി. കേരള പോലീസ് SK പറഞ്ഞ 100% ശരിയാണ്. പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ നിർത്താൻ പറ്റും. അതുണ്ടാകും. പോലീസിൽ അങ്ങ് ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ. 100% മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവസരം കൊടുക്കുന്നില്ല, അവരെ മാറ്റി നിർത്തപ്പെടുന്നു, കഴിവില്ലാത്ത ആളുകളെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു. അതുകൊണ്ട് കാര്യമുണ്ടോ? രാഷ്ട്രീയ രക്ഷകർത്തൃത്വമാണോ അതിന് പിന്നിൽ? 100% രാഷ്ട്രീയ രക്ഷകർത്തൃത്വം മാറ്റിവെച്ച് സിൻസിയറായി മുഖ്യമന്ത്രി രംഗത്തിറങ്ങുകയാണെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും. 9 വർഷം അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ പരാതി. ഞാൻ നിയമസഭയിലും അത് പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴും ഞാനത് പറയുന്നു. ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ വേണ്ടി ഗവൺമെന്റ് ആത്മാർത്ഥം കാണിക്കണം. അതിനിടയിൽ ഡിസ്റ്റിലറിയും ബ്രൂവറിയും ബോട്ടിലിംഗ് പ്ലാന്റും വൈനും ബിയറും ഒക്കെ ഉണ്ടാക്കാൻ പോകരുത്. രണ്ടും കൂടെ നടക്കില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും തടയണമെന്ന് ഗീർവാണ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ലാതെ, കൃഷി ചെയ്യാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന എലപ്പുള്ളിയിൽ നിങ്ങൾ 6 മദ്യക്കമ്പനികൾ തുടങ്ങിയിട്ട് ലഹരിക്കെതിരെ പറഞ്ഞാൽ ആരെ വിശ്വസിക്കും? ആരെങ്കിലും അംഗീകരിക്കൂ? ആരെങ്കിലും നമ്മൾ പറയുന്ന വാക്കിന് വല്ല വില കൽപ്പിക്കൂ? അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളോട് ആത്മാർത്ഥത ഉണ്ടാകണം. അങ്ങനെ ഗവൺമെന്റ് ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ 100% അതിന് ഞങ്ങളൊക്കെ പിന്തുണയ്ക്കും. അതിലൊരു സംശയവും വേണ്ട. ഇന്നിപ്പോ അങ്ങ് തിരക്കിന്റെ ദിവസമല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, SKയുടെ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഒരു പൊതുപ്രവർത്തകൻ, ഒരു പത്രപ്രവർത്തകൻ 40 വർഷം പത്രമേഖലയിൽ പ്രവർത്തിച്ചു വന്ന ശേഷം കേരളത്തിൽ ഒരു വിപത്തിനെ നേരിടാൻ അങ്ങ് ഇറങ്ങിത്തിരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ അതിന്റെ പൂർണ്ണ പിന്തുണ ഞങ്ങളുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥത്തില് ഇതിനൊരു സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. 30 ദിവസം യാത്ര ചെയ്ത് നമ്മളെ ഒരു ഗവേഷണ സംഘവും നമ്മളെ പിന്തുടരുന്നുണ്ട്. എന്താണ് കേരളത്തിന്റെ ഉള്ളറകളിൽ സംഭവിക്കുന്നത്? അൺലൈൻ കേരളം നമ്മൾ കാണുന്ന കേരളമല്ല, എന്റെ അകത്തെന്തോ ഉണ്ട്. അപ്പൊ അകത്ത് എന്താണെന്ന് കണ്ടുപിടിച്ച് പ്രൊഫഷണൽ റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുക്കും. അത് നമ്മളൊരു സമ്മേളനത്തിൽ ഒരു കോൺക്ലേവ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഹലോ താങ്ക് യു. അപ്പൊ ഇരിക്കുക തീർച്ചയായും. പിന്നെ നമ്മുടെ നാട്ടുകാരെ ഞാൻ ഭാര്യയുടെ വീടുമായിട്ട് 1 കിലോമീറ്റർ അകലെയുള്ളൂ. അപ്പോ അതായത് നമ്മളത് കൊടുക്കുന്ന ഒരു കോൺക്ലേവ് വെച്ചായിരിക്കും. ആ കോൺക്ലേവ് അങ്ങും പങ്കെടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് മാറ്റണം ഈ നാട്. തീർച്ചയായിട്ടും വരും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഉണ്ട്. ഇന്നലെ സംസാരിക്കുന്ന മനസ്സിലായത് മുഖ്യമന്ത്രി അതിൽ കമ്മിറ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. 9 വർഷം കമ്മിറ്റ്മെന്റ് ഇല്ലായിരുന്നു. ഇപ്പോഴേ മുഖ്യമന്ത്രിക്ക് അപകടം മനസ്സിലായി, രൂക്ഷത മനസ്സിലായി. അത് നന്നായി. അല്ല, നിങ്ങളുടെയൊക്കെ വിമർശനമൊക്കെ ഒരു കാരണമായിരിക്കാം. പക്ഷേ അദ്ദേഹം അതിന്റെ സ്വകാര്യമായിട്ടും പറഞ്ഞു, ഇതിനെതിരെ ഞാൻ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. അങ്ങയുടെ ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിൽ അങ്ങയുടെ എഫിഷ്യൻസിയുടെ ബാരോമീറ്റർ ആയിരിക്കും ഇത്. അല്ല, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ലഹരിയുടെ ഉൽപാദനവും വർധനവും വിതരണവും കൂടി നിർത്താൻ മുൻകൈ എടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഓക്കെ, താങ്ക് യു രമേശ്. താങ്ക് യു. ആരോഗ്യമൊക്കെ കുഴപ്പമില്ലല്ലോ അല്ലേ? നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഭക്ഷണം, യോഗ ഉണ്ടോ? ഭയങ്കര ശാരീരിക ശ്രദ്ധയുള്ള ആളാണ്. അല്ല, ഗ്ലാമറിന് ഒരു കുറവില്ല. നമ്മൾ ചെറുപ്പകാലത്ത് കണ്ട 25 വയസ്സ് മന്ത്രിയായപ്പോ കണ്ടതാ. ഓക്കെ, താങ്ക് യു. അപ്പൊ എങ്ങനെ ഇതുവഴി പോവാം അല്ലേ? ഇതുവഴി പോവാം. ഷെമീനെ, നമ്മുടെ ഇതുവഴി പോകാം. അങ്ങനെ ഇതുവഴി പോവാം. അങ്ങയുടെ ആരോഗ്യം കുട്ടികളുടെ കയ്യിലല്ലേ? ഓക്കെ.